ഇവിടെ ഒരു എയർടെൽ കമ്പനിയുടെ ടവറുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രശ്നം നടക്കണം. ഇവിടെ വരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങൾ ഒന്നായിട്ട് കൂടിയതാണ്. മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധം കനക്കുന്നു. മഞ്ചേരി നഗരസഭ 41-ാം വാർഡ് പട്ടർകുളം പുത്തലത്ത് ജനവാസ മേഖലയിലാണ് മൊബൈൽ ടവർ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 35 വീടുകൾ ടവറിൻ്റെ പരിസര പ്രദേശങ്ങളിലുണ്ട്. ജനങ്ങൾ ഇടതിങ്ങി താമസിക്കുകയും നിരവധി രോഗികളുള്ളതുമായ പ്രദേശത്ത് മൊബൈൽ ടവർ വന്നാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്കയിലാണ് പരിസരവാസികൾ. ടവർ നിർമ്മിക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള വീടുകളിൽ ക്യാൻസർ രോഗികളും വൃക്ക രോഗികളും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ നേരിടുന്നവരും നിരവധിയുണ്ടെന്നും പരിസരവാസികൾ പറയുന്നു. മൊബൈൽ ടവർ ജനവാസ മേഖലയിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ കളക്ടർക്കും മഞ്ചേരി നഗരസഭയ്ക്കും വില്ലേജ് അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നാട്ടുകാരും പരിസര പ്രദേശങ്ങളിലുമുള്ളവർ പറയുന്നു. ടവർ നിർമ്മാണ മേഖലയ്ക്ക് തൊട്ടടുത്തുള്ള ആരോഗ്യ ഉപകേന്ദ്രത്തിനും വീടുകൾക്കും ടവർ നിർമ്മാണം പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ആരോപണമുണ്ട്. നിരവധി ആളുകൾ ഒപ്പിട്ട പരാതി മന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് നൽകുമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ ടവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും പരിസരവാസികൾ പറയുന്നു. മലപ്പുറം ലൈവ് വോയിസ്, മഞ്ചേരി. എട്ടകുളത്തെ മേലേപ്പറമ്പ് പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിലാണ് ഒരു ടവർ ഇവിടെ സ്ഥാപിക്കാൻ അതിഥികൾ തയ്യാറായി വന്നിട്ടുള്ളത്. ആയതുകൊണ്ട് അത് മാത്രമല്ല, ഈ ടവറിനോട് തൊട്ടുചാരി ഈ പ്രദേശത്തെ എല്ലാവരുടെയും ആശാകേന്ദ്രവും അത്തണിയുമായ ഒരു ഹെൽത്ത് സെന്റർ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിന്റെ പരിസരവാസികളാണ്. പക്ഷേ ഇവിടെ 18 പേരാന്റെ ഉള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. അറിയില്ല, പക്ഷെ ഞാനിവിടെ രോഗിയായിട്ട് 4 കൊല്ലായിരുന്നു. ഞാനിവിടെ ക്യാൻസർ രോഗിയായിട്ട്. ഞാനൊരു രോഗിയാണ്, ക്യാൻസർ രോഗിയാണ്. വീടിന്റെ തൊട്ടടുത്താണെങ്കിൽ എന്റെ വലിയേട്ടനാണ്. ഞങ്ങളെ ഏട്ടനും ചേച്ചിക്കൊക്കെ ഈ അസുഖം ബാധിച്ചത്, ക്യാൻസർ രോഗം. സമീപ പ്രദേശത്ത് തന്നെ നമ്മുടെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹെൽത്ത് സെന്ററുകളും പിന്നെ അതിന് ചാരിയിട്ട് അസുഖങ്ങളും ഉള്ള ഒരുപാട് ജനങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്.